സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവിയലാണ്. അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാം, പക്ഷേ ഇത് വ്യത്യാസമായിട്ട് വെക്കുന്ന ഒരു അവിയലാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. പിന്നെ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പഴയ കുഞ്ഞുനാളിലെ ലോകത്തോട്ട് പോകും. കുഞ്ഞുനാളിൽ ഞാനും അമ്മയും കൂടെ പറമ്പിൽ പോയി മുരിങ്ങയ്ക്ക പറിക്കുന്നതും ചേനയും കാച്ചിലും ഒക്കെ കിളച്ച് കൊണ്ടുവന്ന് വീട്ടിൽ അമ്മയും ഞാനും കൂടി ഇരുന്ന് അരിഞ്ഞ് എല്ലാ കറികളൊക്കെ വെച്ച് മുറ്റത്തിരുന്ന് ഓണം ഉണ്ണുന്നത് ആ കാലമൊക്കെ ഇനി അടുത്ത ജന്മത്തിലെങ്കിലും ഒന്ന് തിരികെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അവിയൽ വയ്ക്കാം. അവിയലിന് നമ്മൾ സാധാരണ പോലെ നമ്മൾ നാടൻ മലക്കറികളെല്ലാം അരിഞ്ഞ് ഇട്ടതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചുറ്റി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കുക. അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അവിയലിന് ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിയലിന് മിക്കവരും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇനി അത് തോറിനെക്കാട്ടിയും അല്പം കൂടെ ഒന്ന് അരഞ്ഞിട്ടുക. തരിതരിപ്പായിട്ടല്ലാതെ അല്പം കൂടെ, ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയരുത്. അത് അങ്ങോട്ട് ഈ കഷ്ണങ്ങളൊക്കെ തിളയ്ക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി അത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരു പരുവല്ലേ, ആ പരുവത്തിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കുക. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പുളിക്കാത്ത കട്ടി തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രഷായിട്ട് ഊരിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാമെങ്കിൽ സൂപ്പറായിട്ടുള്ള മണത്തോടെയുള്ള അവിയൽ റെഡിയാണ് കേട്ടോ. ഈ രീതിയിൽ വെക്കുന്ന അവിയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.